ഇഫ് എൽ ആൻഡ് എം ആർ പാരലൽ ലൈൻസ്, ഇത് രണ്ടും പാരലൽ ലൈൻ ആണെങ്കിൽ ഈ രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ, തേർഡ് ലൈനിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. എന്താ പറയാ? ട്രാൻസ്വേഴ്സൽ ലൈൻ. ഓക്കെ, അതിന് നമ്മൾ ടി എന്ന് പേര് കൊടുക്കും. അപ്പോൾ രണ്ട് പാരലൽ ലൈനിനെ മൂന്നാമതൊരു ലൈൻ ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ 4 ആംഗിൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു 4 ആംഗിൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾസിന്റെ പേരൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ആംഗിളുടെ പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇതിന് ഞാൻ പറയാ, ഒരു സൈഡിലെ ട്രാൻസ്വേഴ്സലിന്റെ ഒരു സൈഡിലെ അപ്പ് ആൻഡ് അപ്പ്, ഡൗൺ ആൻഡ് ഡൗൺ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? ഒരു സൈഡിലത്തെ നോക്കട്ടെ. ഈ ഒരു സൈഡിലത്തെ നോക്കുമ്പോൾ ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. അപ്പൊ എന്റെ അപ്പായി. ഇനി ഡൗൺ ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ആംഗിൾ 2, ആംഗിൾ 6. ഇനി അതേപോലെ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോഴോ ആംഗിൾ 4 ആൻഡ് ആംഗിൾ 8. ഇനി ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. ഈ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോ ഇന്റീരിയർ ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, അഗെയിൻ കോ ഇന്റീരിയർ. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലെ. കോ അടുത്തടുത്ത. അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ട്രാൻസ്വേഴ്സലിന്റെ ഒരു സൈഡ്, അതിന്റെ ഉള്ളിൽ ആംഗിൾ 2 ആൻഡ് ആംഗിൾ 5. ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 8. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആംഗിൾ 2 ആൻഡ് ആംഗിൾ 5, പിന്നെ ആംഗിൾ 3 ആൻഡ് ആംഗിൾ 8. അഗെയിൻ ഇത് രണ്ടും പാരലൽ ലൈൻ ആണെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾസ് ആർ, അവരെ സമ്മ് സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താലും 180 ഡിഗ്രി കിട്ടണം. ഇനി കോ ഇന്റീരിയർ ആംഗിൾസ് കഴിഞ്ഞു. അടുത്ത ആംഗിൾസിന്റെ പേരാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ ഉള്ളിൽ തന്നെ ഓൾട്ടർനേറ്റ്. ഞാൻ എപ്പോഴും പറയാം എക്സ് വരയ്ക്കുന്നേ. അപ്പൊ ഇതൊക്കെ വരും ഉള്ളിലാണെങ്കിൽ 2ഉം 8ഉം 3ഉം 5ഉം. അപ്പോൾ ആംഗിൾ 2 ആൻഡ് ആംഗിൾ 8. അഗെയിൻ അടുത്തത് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വിൽ ബി ഈക്വൽ. ഓക്കെ, ഇനി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതിൽ നമുക്കറിയാലോ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ 4 ആംഗിൾസ് കിട്ടും. അതിലെ ഈ ഒരു ആംഗിളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ 1 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 3, ആംഗിൾ 2 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 4. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, രണ്ട് ലൈൻസ് അല്ലേ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ 5 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 7. എന്താ റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ആംഗിൾ 8 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 6. അഗെയിൻ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? ലീനിയർ പെയർ പറയാം. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രേറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് വിൽ ബി 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 വിൽ ബി 180 ഡിഗ്രി. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 വിൽ ബി 180 ഡിഗ്രി. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 വിൽ ബി 180 ഡിഗ്രി. ആൻഡ് ഓൾസോ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 വിൽ ബി ഓൾസോ 180 ഡിഗ്രി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലീനിയർ പെയറുകൾ കണ്ടുപിടിക്കാം. 5ഉം 8ഉം, 5ഉം 6ഉം, 8ഉം 7ഉം, 6ഉം 7ഉം, ഇവരൊക്കെ ലീനിയർ പെയർസ് ആണ്. അപ്പോൾ ഇവരൊക്കെ ആഡ് ചെയ്ത് നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഇനി അതുപോലെ തന്നെ അഡ്ജസന്റ് ആംഗിൾസ് ആണ് ഇവരൊക്കെ അല്ലെ. ആംഗിൾ 1ഉം ആംഗിൾ 4ഉം അഡ്ജസന്റ് ആംഗിൾസ് ആണ്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം അഡ്ജസന്റ് ആംഗിൾസ് ആണ്. ആംഗിൾ 2 ആൻഡ് 3 ആർ അഡ്ജസന്റ് ആംഗിൾസ്. അഗൈൻ ആംഗിൾ 3 ആൻഡ് 4 ആർ ഓൾസോ അഡ്ജസന്റ് ആംഗിൾസ്. ഇവിടെയും നമുക്ക് അഡ്ജസന്റ് ആംഗിൾസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആംഗിൾസിനെ പറ്റി പഠിച്ചു, കുറേ ആംഗിൾസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി മനസ്സിലാക്കൂ കേട്ടോ. താങ്ക് യു.